ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലേഷൻഷിപ്പൊന്നും ഇല്ലാതെ, അതായത് ഒരു പ്രണയ ജീവിതമൊന്നും ഇല്ലാതെ സിംഗിൾസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ സത്യത്തിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ആഗ്രഹമുണ്ട് എനിക്കൊന്ന് മിങ്കിൾ ആവണം. അതായത് ഒരു ലവ് റിലേഷൻഷിപ്പ് കിട്ടിയാൽ നല്ലതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രണയിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. സോ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് പോകുന്നത്, ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക സിംഗിൾസിനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷമം കുറേ പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും സിംഗിളായി ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾക്ക് നോർമലി ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കുറേ ചിന്തകൾ വരും. ഞാൻ ഒരിക്കലും ഭാഗ്യവാനല്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല, അങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് മാറും. സോ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് നമ്മളിലേക്ക് വരുന്നതിനുള്ളത്. അപ്പോൾ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതായത് ഒരു 3-4 അഫർമേഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങൾ ഡെയിലി രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നും രാവിലെയുമായിട്ട് ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ, പറയാൻ മാത്രമേ ഉള്ളൂ, എഴുതാനുള്ള കാര്യമൊന്നുമില്ല. ഈ അഫർമേഷൻസ് ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഒരു പേപ്പറിലോ മറ്റോ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളത് രാത്രിയും രാവിലെയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴാണോ റിലേഷൻഷിപ്പ് കിട്ടുന്നത് അതുവരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. അപ്പോൾ അഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ ഭാഗ്യവാനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ സ്നേഹത്തിന് അർഹനാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നാലാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ 4 അഫർമേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളും എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പലരും വിചാരിക്കാറുണ്ട്, ഇപ്പം നമ്മൾ കൂടുതലും എങ്ങനെയാണെന്നറിയോ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം ഒക്കെ ആവുന്ന സമയമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും മാർക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ അതേപോലെയാണ് ശരിക്കും ഇതിലെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം, ഞാനിത് ചെയ്തല്ലോ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, തനിയെ എൻ്റെ അടുത്തേക്ക് ഒരു ആൾ വന്നോളും എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല, നമ്മളുടെ ഭാഗത്തു നിന്നും എപ്പോഴും എഫേർട്ട് ഉണ്ടായിരിക്കണം. ഒരു പകുതിയെങ്കിലും നമ്മളും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ അവരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പിന്നെ അവരെ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ബ്ലോക്ക് മാറ്റിയേ പറ്റുള്ളൂ. സോ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് അഫർമേഷൻസും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാനും, ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തിരികെ നിങ്ങൾ സ്നേഹിക്കാനും, ഈ സിംഗിൾ എന്നുള്ള ഒരു സ്ഥാനം മാറാനൊക്കെ ഇത് മതിയാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കിട്ടിയതിന് ശേഷം, റിലേഷൻഷിപ്പൊക്കെ ആയതിനു ശേഷം ആ ഒരു സന്തോഷമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ സന്തോഷ വാർത്ത ഞങ്ങളെയും കൂടി ഒന്ന് അറിയിക്കുക. അതായത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വേറെയാണ്, അപ്പോൾ എനിക്ക് അത് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. സിംഗിൾസ് ആയവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്